ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോകുന്നൊരു വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ വൈകിട്ട് അമ്പലത്തിൽ പോകാനൊക്കെ ആയിട്ട് ഒരുങ്ങിയാണ്. അപ്പം ഞാനും ഒപ്പം കൂടെയൊക്കെയാണ് അമ്പലത്തിൽ പോകുന്നത്. അപ്പം ഞാൻ അമ്പലത്തിൽ പോകാനൊക്കെ വേണ്ടി ഒരുക്കത്തിലാണ്. അപ്പം നമ്മൾ മുടിയൊക്കെ നല്ലതുപോലെ ഒന്ന് ചീകിയൊക്കെ ഇട്ട് അപ്പം മുടി കെട്ടുന്ന കാര്യമാണ് എനിക്ക് ഏറ്റവും വലിയ പാട്. കാരണം എനിക്കന്ന് ഞാൻ പഠിക്കാൻ പോയ സമയത്ത് ടീച്ചർ ബുദ്ധിസം കോഴ്സ് പഠിക്കാൻ പോയ സമയത്ത് ടീച്ചർ മുടി വെട്ടിയിട്ട് അന്ന് തൊട്ട് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് മുടി കെട്ടാനൊക്കെ ആയിട്ട്. ഒരുപാട് പാടുപെട്ടാണ് കേട്ടോ ഞാൻ ഈ മുടിയൊക്കെ കെട്ടണത്. ചില സമയം എനിക്ക് തോന്നി മുടി കെട്ടേ വേണ്ടെന്നൊക്കെ തോന്നാറുണ്ട് കേട്ടോ. എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ മുടിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കെട്ടണം. അപ്പം മുടി നമ്മൾ കെട്ടാതെ അമ്പലത്തിൽ കയറാനായിട്ട് പറ്റത്തില്ലല്ലോ, മുടി പിരിത്തിട്ട് കയറാനായിട്ട് പറ്റത്തില്ല. അപ്പം ഞാൻ ഒരുപാട് പാടുപെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ മുടി കെട്ടണമെന്നൊക്കെ കരുതി ഇങ്ങനെ അവിടെ നിന്ന് ഫ്രണ്ടിനെ കുറച്ച് മുടിയെടുത്ത് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ പിന്നി എന്നുള്ള രീതിയിൽ ഇങ്ങനെ സ്ലൈഡ് കൊത്തുന്നതാണ്. അപ്പം വളരെയധികം ബുദ്ധിമുട്ടാണ് മുടി കെട്ടുന്നത്. അപ്പം മുടി കുറേ ലെന്ത് ഉണ്ടായിരുന്നു, അതൊക്കെ ഒരുവിധം ഉള്ളതൊക്കെ വെട്ടി ഒരു മോഡൽ കണക്കൊക്കെ വെട്ടിയിട്ടുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം അമ്പലത്തിൽ ഒരു നീലാഞ്ജനം നടത്താനായിട്ടാണ് ഞാനും ഒപ്പം കൂടെ പോകാമെന്ന് കരുതിയതും. അപ്പോൾ ചേട്ടനാണ് നീലാഞ്ജനം നടത്താനുള്ളതും. അപ്പോൾ പോകുന്ന ഒരു ഇതിൽ റെഡിയാവാമെന്നൊക്കെ കരുതിയാണ്. അപ്പോൾ കണ്ണ് എഴുതുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം നമ്മൾ മൈൽനർ വരച്ചതിന് ശേഷം താഴെ കരി ഇങ്ങനെ ചെറിയ രീതിയിൽ കരി എഴുതും. അപ്പോൾ എനിക്ക് എപ്പോഴും കണ്ണിൻ്റെ അകത്ത് കരി വരച്ചില്ലെന്നുണ്ടെങ്കിൽ കണ്ണ് ഭയങ്കര ചൊറിച്ചിലാണ്, കണ്ണിൻ്റെ തായ് ഭാഗമൊക്കെ. അപ്പം ഞാൻ എല്ലാവരും പറയും ഈ കരി എഴുതുന്നത് അത്ര ഇതല്ല, കരി എഴുതിയുള്ള കാര്യമെന്ന് വെച്ചാൽ നമുക്ക് കണ്ണിൻ്റെ ചുറ്റും കറുപ്പ് കാവുമെന്ന്. അപ്പം ഇവിടെ അലമാരിയുടെ കണ്ണാടിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോൺ നോക്കി കണ്ണെഴുതാമെന്ന് കരുതിയാണ് ഫോൺ നോക്കി കണ്ണെഴുതുന്നത്. അപ്പം ഫസ്റ്റ് ഞാൻ ഫോൺ നോക്കി ഐലൈനർ ഫോൺ നോക്കി ഒരുവിധം വരച്ചു. അത് കഴിഞ്ഞാണ് കരി എഴുതുന്നത്. അപ്പം കരി ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ കാജലിൻ്റെ കരിയാണ്. അതപ്പോൾ വളരെ നമുക്ക് പടരത്തില്ല കേട്ടോ, നല്ല ഇതായിട്ടിരിക്കും. അപ്പോൾ ഞാൻ കരിയൊക്കെ വരച്ചു. അപ്പം ഈ കണ്ണിൻ്റെ അകത്ത് നമ്മൾ ചിലർ ഈ തീപ്പെട്ടിക്കോല് വെച്ചാണ് വരയ്ക്കണത്. അപ്പം ഞാൻ തീപ്പെട്ടിക്കോലൊന്നും എടുക്കില്ല. അപ്പം ഞാൻ കൈ വെച്ച് കരി അങ്ങ് വരയ്ക്കും. പിന്നെ അത് കഴിഞ്ഞ് അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ കറമ്പിക്കുട്ടി ഉള്ളതുകൊണ്ട് ഒന്നും നമുക്ക് കൊണ്ടുവന്ന് വെക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് നമ്മളെല്ലാം പറക്കിയൊക്കെ കളയും, അങ്ങും ഇങ്ങൊക്കെ ഇടും. അതാണ് അവളെ പ്രധാന ജോലി. അപ്പം ഞാനൊരു ചെറിയ മാല ഇട്ട് നോക്കിയിട്ടപ്പം കൊളുത്ത് അത്ര ഇതാവാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് മാറ്റിയിട്ട് വേറെ മാല ഇടാമെന്നപ്പം തല ഞാൻ കെട്ടുന്നത് നേരത്തെ കെട്ടി ആ വീഡിയോയിൽ തല ഇങ്ങനെ കെട്ടിയിട്ടുള്ള ഒരു ഇതാണ് ആദ്യം വന്നത്. അപ്പം ഞാൻ ഇപ്പോൾ തല കെട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ തല ഒന്നും കൂടി നല്ല പോലെ ചീകിക്കിടണം. എനിക്ക് തല കെട്ടുന്ന കണക്കൊരു പാടെനിക്ക് ഏറ്റവും ഇല്ല. അപ്പോൾ തലയൊക്കെ കെട്ടി അപ്പോൾ സിന്ദൂരം ഞാൻ ഇങ്ങനെയാണ് സിന്ദൂരം ഇടുന്നത്. അപ്പോൾ എനിക്ക് സിന്ദൂരം ഇട്ടില്ലെങ്കിൽ ഒരുമാതിരി തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ മിക്കവാറും ദിവസങ്ങൾ സിന്ദൂരം ഇടാനായിട്ട് നോക്കും. പിന്നെ ഹസ്ബൻഡ് നാട്ടിലുള്ള സമയത്ത് പിന്നെ ഹസ്ബൻഡ് പറഞ്ഞ് സിന്ദൂരം ഒന്നും വാരി എൻ്റെ കൂടെ ഇട്ടുകൊണ്ട് വരലെന്നൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ സിന്ദൂരം ഇടൂല. അപ്പോൾ ചേട്ടൻ പോയതുകൊണ്ട് എനിക്ക് സിന്ദൂരം വാരി ഇങ്ങനെ ഇടാം. അതുകൊണ്ട് ഞാൻ സിന്ദൂരമൊക്കെ ഇങ്ങനെ ഇട്ടു. അപ്പം നമുക്ക് അമ്പലത്തിൽ പോകാനൊക്കെ ആയിട്ട് നമ്മളവിടെ 5 മണിക്ക് തുറക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 4:30 മണിയൊക്കെ ആകുമ്പോൾ കുളിച്ച് നമ്മൾ ഒക്കെ ഒരുങ്ങി 5 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം. അപ്പോൾ 5 മണിക്ക് ഇപ്പോൾ 2 അമ്പലങ്ങളിലാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ അമ്പലത്തിലെ വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റിയില്ല. അമ്പലത്തിലൊന്നും നമ്മൾ ചിലപ്പോൾ ക്യാമറയൊന്നും ഫോണൊന്നും കൊണ്ട് കയറിക്കൂടെന്നൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ പിന്നെ അമ്പലത്തിലെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാനും അപ്പുക്കുട്ടനും കൂടെയാണ് ഇന്ന് അമ്പലത്തിൽ പോണത്. അപ്പോൾ മുടിയൊക്കെ ഞാൻ ഒരുവിധം എങ്ങനെയെങ്കിലുമൊക്കെ കെട്ടി വെക്കണമെന്നൊക്കെ കരുതി ഉള്ള പ്ലാനിലാണ്. അപ്പോൾ ഞാൻ മുടി ഇങ്ങനെ കെട്ടി കേട്ടോ. എങ്ങനെ കെട്ടിയിട്ട് ഞാൻ മാലയുടെ കൊളുത്താണ്. അപ്പോൾ മാലയുടെ കൊളുത്ത് ഇളവിരുന്ന് അപ്പോൾ കൊളുത്തൊക്കെ ഒന്ന് നേരെയാക്കി അപ്പോൾ മാലയും കൂടി ഇടണം. അപ്പം തല ഞാൻ മുമ്പ് പോയപ്പം ഇങ്ങനെ 2 സൈഡായിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ കെട്ടിക്കൊണ്ടേ പോകുള്ളൂ. ഇപ്പം അങ്ങനെ കെട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല, അമ്പലത്തിൽ മുടി പിരുത്തിട്ടൂടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ മുടിയൊക്കെ കെട്ടും. പിന്നെ നമ്മൾ അപ്പുക്കുട്ടൻ പൗഡറൊക്കെ ഇടുന്നതാണ്. അപ്പുക്കുട്ടന് പൗഡറൊക്കെ ഇട്ട് അപ്പോൾ അപ്പുക്കുട്ടനാണ് ഇന്ന് അമ്പലത്തിൽ എൻ്റെ കൂടെ വരുന്നതും. കറമ്പിക്കുട്ടി കിടന്ന് ഉറങ്ങി, കുട്ടുപെണ്ണ് കൂടെ ഉണ്ടായിരുന്നു. കുട്ടുപെണ്ണ് എവിടേക്കോ നിന്ന് കളിക്കുകയാണ്. അപ്പം അമ്പലത്തിൽ പോകാൻ ഞാൻ റെഡിയായി. അപ്പോൾ എനിക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു, ഞാൻ വീഡിയോ ചെയ്യുന്നത് ചിലവർക്കൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു.
ചില കമൻറ്റുകൾ കണ്ടു. കമൻറ്റുകൾ കണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് സങ്കടമൊന്നും ഉണ്ടായില്ല. പിന്നെ നമുക്ക് വലിയ ഗ്ലാമറൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധാരണ രീതിയിലുള്ള ഗ്ലാമറൊക്കെ ഉള്ളൂ. പിന്നെ ഇത് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് പറ്റുന്ന രീതിയിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്ക് ഭയങ്കര സൗന്ദര്യവും ഞാൻ ഭയങ്കര സുന്ദരിയാണെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നു. അത് നമുക്ക് എന്തെങ്കിലും ഒരു സമയത്ത് ഒരു വരുമാന മാർഗ്ഗം ഇതിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതൊരു വീട്ടമ്മമാരൊക്കെ ആയാലും വീട്ടിലിരിക്കുന്നവരൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവർക്കതൊരു മനസ്സിനൊരു ആനന്ദമാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഗ്ലാമർ കാണിക്കാനോ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സൗന്ദര്യം ഉണ്ടോയെന്ന് കാണിക്കാനല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വീഡിയോ ചെയ്യുന്നത്. എനിക്കത് വളരെയധികം മനസ്സിനൊരു ആനന്ദമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നമുക്കിപ്പോൾ വലിയ സൗന്ദര്യം ഉണ്ടായിട്ടൊന്നും നമുക്ക് വീഡിയോ ഇപ്പോൾ സൗന്ദര്യമുള്ളൊരു വീഡിയോ ചെയ്യുന്ന കണക്ക് ഇപ്പോൾ സൗന്ദര്യം ഇല്ലാത്തൊരു വീഡിയോ ചെയ്തുകൂടുന്നൊന്നും ഇല്ലല്ലോ. അപ്പം എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ ചെയ്യും. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ മാത്രം എനിക്ക് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ തന്നാൽ മതി. കമൻറ്റ് ഇപ്പം നിങ്ങൾ ഒരു കൊള്ളാത്തൊരു കമൻറ്റ് ഇട്ടാൽ പോലും ഞാനത് മൈൻഡ് ചെയ്യാറില്ല. കാരണം നമ്മൾ ഒന്ന് മുമ്പോട്ട് വരുമ്പോൾ പലരും നമ്മളെ പുറത്തുനിന്ന് ഇപ്പോൾ വീഡിയോ ചെയ്യാതെ തന്നെ നമുക്ക് എന്തെങ്കിലും എന്തൊരു നമ്മൾ നല്ല കാര്യം ചെയ്താലും അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്താലും എവിടെയെങ്കിലുമൊക്കെ ഒരു കുറ്റം കാണൂലേ. ആ കുറ്റമാണെങ്കിൽ ഞാൻ കരുതിക്കോളാം. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.